ഏറ്റുമാനൂരിലെ ഷൈനിയുടെയും മക്കളുടെയും ആത്മഹത്യ പ്രതി നോബിയുടെ ജാമ്യാപേക്ഷയെ എതിർത്ത് പോലീസ് അധിക്ഷേപത്തിൽ പരാതിയുമായി ജ്ഞാനായ സഭ ഷൈനിയുടെയും മക്കളുടെയും മരണത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് കോട്ടയം അതിരൂപത സമിതികൾ. ഏറ്റുമാനൂരിൽ അമ്മയും 2 പെൺമക്കളും ആത്മഹത്യ ചെയ്ത കേസിലെ പ്രതി നോബി ലൂക്കോസിന്റെ ജാമ്യാപേക്ഷയെ എതിർത്ത് പോലീസ് പ്രതിക്ക് ജാമ്യം നൽകരുതെന്ന് ആവശ്യപ്പെട്ട് ഏറ്റുമാനൂർ കോടതിയിൽ റിപ്പോർട്ട് നൽകി. പ്രതി ജാമ്യത്തിലിറങ്ങിയാൽ കേസ് അന്വേഷണത്തെ ബാധിക്കും. മരിച്ച ഷൈനിയുടെ ഭർത്താവായ നോബി പുറത്തിറങ്ങിയാൽ തെളിവുകൾ നശിപ്പിക്കുവാൻ സാധ്യതയുണ്ട്. മൊബൈൽ ഫോണുകളുടെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷം പ്രതിയെ വീണ്ടും കസ്റ്റഡിയിൽ വേണം. നോബി ലൂക്കോസിനെ കൂടുതൽ ചോദ്യം ചെയ്യണമെന്നും തെളിവുകൾ ശേഖരിക്കണമെന്നും പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകി. ഇന്നലെ ജാമ്യാപേക്ഷയിൽ വാദം കേട്ട കോടതി റിപ്പോർട്ട് സമർപ്പിക്കാൻ പോലീസിനോട് നിർദ്ദേശിക്കുകയായിരുന്നു. അതേസമയം അധിക്ഷേപത്തിൽ പരാതിയുമായി ജ്ഞാനായ സഭയും മുന്നോട്ട് വന്നു. ഒപ്പം കോട്ടയം അതിരൂപത സമിതികളും. ഏറ്റുമാനൂരിനടുത്ത് റെയിൽവേ ട്രാക്കിൽ ദാരുണമായി മരണപ്പെട്ട കോട്ടയം ജ്ഞാനായ അതിരൂപതാംഗങ്ങളായ ഷൈനിയുടെയും അവരുടെ മക്കൾ അലീന, ഇവാന എന്നിവരുടെയും വേർപാടിൽ കോട്ടയം അതിരൂപതയിലെ ആലോചന സമിതികളുടെയും സമുദായ സംഘടനകളുടെയും സംയുക്ത യോഗം അതീവ ദുഃഖം രേഖപ്പെടുത്തി. കോട്ടയം അതിരൂപത വികാരി ജനറാളും പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറിയുമായ ഫാദർ തോമസ് ആനിമൂട്ടിലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വൈദിക സമിതി സെക്രട്ടറി, ജ്ഞാനായ കത്തോലിക്ക കോൺഗ്രസ്, ജ്ഞാനായ കാത്തലിക് വിമൻസ് അസോസിയേഷൻ, ജ്ഞാനായ കാത്തലിക് യൂത്ത് ലീഗ് എന്നീ സംഘടനകളുടെ പ്രസിഡന്റുമാരും പങ്കെടുത്തിരുന്നു. അതിരൂപത നേതൃത്വത്തെയും ജ്ഞാനായ സമുദായത്തെയും കാരിത്താസ് ആശുപത്രിയെയും അപകീർത്തിപ്പെടുത്തുവാൻ ചാനലുകളിലും സോഷ്യൽ മീഡിയയിലും നടത്തുന്ന ആസൂത്രിത ശ്രമങ്ങളെ യോഗം ശക്തമായി അപലപിച്ചു. ഇക്കാര്യത്തിൽ സമഗ്ര അന്വേഷണം നടത്തി ഈ ദാരുണമായ ദുരന്തത്തിന് ഭർതൃഗൃഹത്തിലെയോ ഷൈനിയുടെയോ സ്വന്തം ഭവനത്തിലെയോ അതല്ലാതെ മറ്റാരെങ്കിലുമോ ഉത്തരവാദികളായിട്ടുണ്ടെങ്കിൽ ഇത്തരക്കാരെ മുഖം നോക്കാതെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരികയും ഉചിതമായ നിയമ നടപടികൾ എടുക്കുകയും ചെയ്യണമെന്ന് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി, DGP, കോട്ടയം ജില്ലാ പോലീസ് മേധാവി എന്നിവർക്ക് പരാതി നൽകി. മാത്രമല്ല, അന്വേഷണത്തിൽ അതിരൂപതയുമായി ബന്ധപ്പെട്ട എല്ലാ തലങ്ങളിൽ നിന്നും ആവശ്യമായ സഹകരണം നൽകുന്നതാണെന്നും അറിയിച്ചു. ഭർതൃഗൃഹത്തിൽ നിന്നും കുടുംബ പ്രശ്നങ്ങളുടെ പേരിൽ സ്വഭവനത്തിലേക്ക് വന്ന ഷൈനിയുടെ പ്രത്യേക സാഹചര്യം മനസ്സിലാക്കി കാരിത്താസ് പള്ളി വികാരി 2024 ജൂൺ മാസത്തിൽ ശുപാർശ നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഷൈനിയുടെ പിതാവ് കാരിത്താസ് ആശുപത്രിയിൽ വരികയും അഡ്മിനിസ്ട്രേഷനിലെ വൈദികനുമായി സംസാരിക്കുകയും 10 വർഷത്തിലധികമായുള്ള പ്രൊഫഷണൽ ബ്രേക്ക് മൂലമുണ്ടാകാവുന്ന പ്രായോഗിക ബുദ്ധിമുട്ടുകൾ നഴ്സിംഗ് ജോലിക്ക് ബുദ്ധിമുട്ടാണെന്ന് ഷൈനിയുടെ പിതാവിനെ ധരിപ്പിക്കുകയും മറ്റേതെങ്കിലും ജോലി പ്രവേശിപ്പിക്കാമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. പിറ്റേ ദിവസം കാരിത്താസ് സെക്കുലർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സിസ്റ്റേഴ്സ് വീട്ടിലെത്തി ഷൈനിയെ കാണുകയും അസിസ്റ്റന്റ് നഴ്സിംഗ് ഓഫീസറെ കാണുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അതനുസരിച്ച് അസിസ്റ്റന്റ് നഴ്സിംഗ് ഓഫീസറെ വന്നു കണ്ട ഷൈനിയോട് കാരിത്താസ് ആശുപത്രിക്ക് NABH അംഗീകാരമുള്ളതിനാൽ നഴ്സുമാരുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തേണ്ടതുണ്ടെന്നും അതിനായി 2 വർഷത്തിൽ കൂടുതൽ ബ്രേക്ക് ഉള്ളവരെ നേരിട്ട് നഴ്സിംഗ് ജോലി പ്രവേശിപ്പിക്കില്ല എന്നുള്ള ഹോസ്പിറ്റലിന്റെ പൊതുനയം അറിയിക്കുകയും ചെയ്തിരുന്നു. എങ്കിലും ഷൈനിയുടെ പ്രത്യേക സാഹചര്യം പരിഗണിച്ച് നഴ്സിംഗ് കെയർ അസിസ്റ്റന്റായി വേതനത്തോടെ ജോലി പ്രവേശിപ്പിക്കാം എന്നും കുറച്ച് മാസങ്ങൾക്ക് ശേഷം നഴ്സിംഗ് തസ്തികയിൽ പ്രവേശിപ്പിക്കാമെന്നും അറിയിച്ചിരുന്നു. വീട്ടിൽ ചോദിച്ച ശേഷം മറുപടി അറിയിക്കാമെന്ന് പറഞ്ഞാണ് ഷൈനി അന്ന് തിരികെ പോയത്. പിന്നീട് ഇക്കാര്യത്തിൽ യാതൊരു അറിവ് ലഭിച്ചില്ല. പിന്നീട് കാരിത്താസ് ഇടവക പള്ളിയിൽ വെച്ച് അസിസ്റ്റന്റ് നഴ്സിംഗ് ഓഫീസർ ഷൈനിയെ കണ്ടപ്പോൾ ജോലിക്ക് വരുന്നുണ്ടോ എന്ന് അന്വേഷിക്കുകയും തനിക്ക് വീടിനടുത്തുള്ള റോസ മിസ്റ്റിക് എന്ന സ്ഥാപനത്തിൽ നഴ്സിംഗ് കെയറായി ജോലി ലഭിച്ച കാര്യം ഷൈനി അറിയിക്കുകയും ചെയ്തു. ഷൈനിയുടെ മക്കളുടെ മരണത്തിന് ശേഷം ചുങ്കം ഇടവക പള്ളി വികാരിയും കാരിത്താസ് ഇടവക പള്ളി വികാരിയും ഈ അപകടത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ കാരിത്താസ് ഇടവകയിൽ മൃതസംസ്കാര ശുശ്രൂഷകൾ നടത്തുന്ന കാര്യത്തിൽ ധാരണയായിരുന്നു. അക്കാര്യം പിറ്റേ ദിവസം ശനിയാഴ്ച ചുങ്കം പള്ളി വികാരി ചുങ്കം പള്ളി ഇടവക ജനത്തെ അറിയിക്കുകയും കാരിത്താസ് ഇടവക വികാരി കാരിത്താസ് ഇടവകയിൽ മൃതസംസ്കാരത്തിന് വേണ്ട സജ്ജീകരണങ്ങൾ നടത്തുകയും ചെയ്തു. എന്നാൽ അന്ന് തന്നെ ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് ചുങ്കം പള്ളി വികാരിയുടെ അടുക്കൽ ഷൈനിയുടെ മകൻ എഡിനും നോബിയുടെ സഹോദരൻ സിബിയും മറ്റു കുടുംബാംഗങ്ങളും വരികയും തങ്ങൾക്ക് കുടുംബക്കല്ലറയുള്ളതിനാൽ മൃതസംസ്കാര ശുശ്രൂഷ ചുങ്കം ഇടവകയിൽ നടത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അക്കാര്യം 2 കുടുംബാംഗങ്ങളും തമ്മിൽ സംസാരിച്ച് തീരുമാനത്തിലെത്തിയതിനു ശേഷം അറിയിക്കുകയാണ് വേണ്ടതെന്ന് വികാരിയച്ഛൻ നിർദ്ദേശിച്ചു. 2 കുടുംബാംഗങ്ങൾ നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലുള്ള തീരുമാനപ്രകാരമാണ് മൃതസംസ്കാര ശുശ്രൂഷകൾ ചുങ്കം ഇടവകയിൽ നടത്തിയത്. 2 ഇടവകയിലെ വികാരിമാരും കുടുംബാംഗങ്ങൾ നിർദ്ദേശിക്കുന്ന ഇടവകയിൽ മൃതസംസ്കാര ശുശ്രൂഷകൾ നടത്താൻ തയ്യാറായിരുന്നുവെങ്കിലും കുടുംബാംഗങ്ങളാണ് അന്തിമ തീരുമാനമെടുത്തത്. ഇക്കാര്യത്തിൽ ഇടവക വികാരിമാരും സിസ്റ്റേഴ്സും കാരിത്താസ് ആശുപത്രി അധികൃതരും
വളരെ അനുഭാവപൂർണമായ സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളതും. യാഥാർത്ഥ്യം ഇതായിരിക്കെ യാതൊരു കാരണവുമില്ലാതെ കോട്ടയം അതിരൂപതാ നേതൃത്വത്തിനും ജ്ഞാനായ സമുദായത്തിനും കാരിത്താസ് ആശുപത്രിക്കും ആശുപത്രി അധികൃതർക്കും എതിരെ നടത്തുന്ന വ്യക്തിഹത്യയും തെറ്റായ പ്രചരണങ്ങളും അവസാനിപ്പിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. വികാരി ജനറൽ ഫാദർ തോമസ് ആനിമുട്ടിൽ, വൈദിക കൗൺസിൽ സെക്രട്ടറി ഫാദർ എബ്രഹാം പറമ്പേട്ട്, KCC പ്രസിഡന്റ് PA ബാബു പറമ്പടത്തുമലയിൽ, KCWA പ്രസിഡന്റ് ഷൈനി ചൊള്ളമ്പേൽ, KCYL പ്രസിഡന്റ് ജോണീസ് P. സ്റ്റീഫൻ എന്നിവരും സംസാരിച്ചു.